ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ ഇന്ന് വിഷുവൊക്കെ കഴിഞ്ഞ് എല്ലാവരും എന്താ പറയുക, വിഷുവിൻ്റെ സദ്യയൊക്കെ ഉണ്ട്. ഇന്ന് രാവിലെ എല്ലാവരും ഇത്തിരി ലേറ്റായിട്ടാണ് എണീറ്റുണ്ടാവുക. ഞാനും അങ്ങനെ തന്നെ എണീറ്റേട്ടോ. അപ്പോൾ എണീറ്റ് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇന്ന് ഞാൻ ഡ്രീം കളക്ഷൻസിൽ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. എന്നാൽ പിന്നെ കിട്ടിയതാവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ഒരു അടുക്കും ചിട്ടയില്ലാണ്ട് ഇട്ടിരിക്കണേ. കാരണം എനിക്കൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്തിടാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, 1 ലെയറും 2 ലെയറും 8 പിടിയും ഒക്കെ കൂടെ ഒന്നിച്ചാണ് ഇട്ടിരിക്കണേ. പക്ഷേ ഞാൻ നാളെയും മറ്റന്നാളായിട്ട് ഞാൻ സെക്ഷനായിട്ട് ഇടാം കേട്ടോ. കാരണം ഇന്ന് ഇതുവരെ ചെയ്തത് ഒരു മുടക്കം വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടു എന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുക, ഇതിനേക്കാൾ കുറേ പാറ്റേണുകൾ ഇനി വരാണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് കുറച്ച് മാലകൾ എടുത്തിട്ടതാണ്. പക്ഷേ ഇതിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ഐറ്റം ഉണ്ടാവും. അത്രയും ഭംഗിയുള്ള കളക്ഷൻസാണ് നമ്മുടെ കയ്യിൽ കോറലിൻ്റെ ഉള്ളത് കേട്ടോ. അപ്പോൾ കോറലിൻ്റെ ഇത് മാത്രമല്ല, നമ്മളുടെ കയ്യിൽ നെക്ലസ്സുകളുണ്ട്, പിന്നെ നമ്മളുടെ വളകളുണ്ട്, കമ്മൽ, മോതിരം എല്ലതും കോറലിലുണ്ട്. അപ്പോൾ സെറ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കാം. അല്ല ഇതുപോലെ ഒറ്റയ്ക്ക് മാല, കുറേ പേരൊക്കെ ഇങ്ങനെ മാലയാണ് കേട്ടോ യൂസ് ചെയ്യുക. കോറലിൻ്റെ മാല ഇട്ടിട്ട് അതുമൊരു കോയിനിട്ട് അത് ഗോൾഡ് കമ്മലിട്ട് അങ്ങനെയാണ് ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ആണല്ലോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കോറലെന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് കളറാണ്, നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ എനിക്ക് മലയാളത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ എന്തോ ആണ്, എനിക്കറിയില്ല. അറിയാത്ത കാര്യം പറഞ്ഞിട്ട് ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മാലകളുടെ ഫോട്ടോസാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളങ്ങനെയല്ലേ ചെയ്യാറ്. ആദ്യം ഫോട്ടോസ്, പിന്നെ അതിൻ്റെ വീഡിയോ ആണല്ലോ കാണിക്കാറ്. അപ്പോൾ ഇതിൽ നല്ലോണം ഇറങ്ങി കിടക്കുന്നതൊക്കെ 10 പിടിയാണ്, കുറച്ച് കയറി എടുക്കുന്നത് 8 പിടിയാണ്. 6 പിടി ഞാൻ കാണിച്ചിട്ടേ ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 6 പിടി ഞാൻ പിന്നീട് നാളെയും മറ്റന്നാളായിട്ട് ഞാൻ സെക്ഷനായിട്ട് 6 പിടി 8 പിടി 10 പിടി അങ്ങനെ സെക്ഷനായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതെന്താ തിക്കും തിരക്കിൽ പറയണേന്നുള്ളത്. സമയം 1 മണി കഴിഞ്ഞു, ശരിക്കും 1:45. എനിക്ക് 2 മണിക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ആ തിക്കും തിരക്കും ബഹളവും നിങ്ങൾക്ക് ഫീൽ ചെയ്യണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം നമുക്കെന്ന് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഇത് നമ്മുടെ 2 ലെയറിൻ്റെ ഇത് ഒരു പ്രത്യേക തരം മുത്തുകളിങ്ങനെ ഫുൾ കവർ ചെയ്തിട്ടുള്ള ഒരു പാറ്റേണാണ് കേട്ടോ. അത് 6 പിടിയിൽ ഉണ്ടണാവോ എനിക്കറിയില്ല. 8 പിടി ഉണ്ട്, 10 പിടി ഉണ്ട്, ഡബിൾ ലെയർ ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ്. അതായത് മുത്തുകൾ മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് കോട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ ഇത് ഇട്ടിട്ടുള്ള ഇങ്ങനെ വെച്ചാൽ ഫോട്ടോസ് കഴിഞ്ഞിട്ട് ഒരു സെക്ഷൻ മാറി കിടക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടു എന്നുള്ളൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ തന്നെ തുടങ്ങാം. ഇതിപ്പോൾ ഇങ്ങനെ കൊന്തമണി എന്ന് പറയും നമ്മൾ. കൊന്തമണിയും കുറച്ച് കൊച്ചു ഗോൾഡൻ ബീഡ്സും ചേർന്നിട്ടുള്ള 8 പിടിയുടെ ഒരു മാലയാണിത് കേട്ടോ. ഇത് ഭയങ്കര ഭംഗിയുള്ള മുത്താണ്. ഇത് നമ്മൾ ഒരു തരം ഓവൽ ഷേപ്പിൽ, ഇതിൻ്റെ മൾട്ടി കളർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, കണ്ടമാനം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു തരം കല്ലാണ് കേട്ടോ. കല്ല് എന്താ പറയുക, ഭയങ്കര ഭംഗിയാണത്. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതിൻ്റെ 2 ലെയറാണ്. അതായത് ഇടയിൽ ഗോൾഡൻ ബീഡ്സും പിന്നെ നമ്മുടെ ഗോതമ്പ് മണി എന്നും പറയും, കൊന്തമണി എന്നും പറയും കേട്ടോ അതിൻ്റെ. അപ്പോൾ ഇത് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന വഴിക്കായതുകൊണ്ട് അത് ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ നേരമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ആകെ പിടിച്ച് കെട്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് ഞാനിത് ശരിക്കുള്ള വീഡിയോ ഇടും കേട്ടോ. ഇത് ഒക്കെ 6 പിടി 8 പിടി 10 പിടി കിട്ടും. അതുപോലെ തന്നെ 1 ലെയറും 2 ലെയറും ഇനിയിപ്പോൾ 3 ലെയർ വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്തു തരും കേട്ടോ. അപ്പോൾ അതാണ് ഈ മാല. പിന്നെ ഇത് വരുന്നതും ഡബിൾ ലെയർ, അതായത് പണ്ട് നമ്മൾ കരിമണി മാലയൊക്കെ വന്നിരുന്നില്ലേ, പണ്ടല്ല ഇപ്പോഴും, അതിൻ്റെ വേറൊരു അതിൻ്റെ കോറലിൻ്റെ ഐറ്റാണ്. അതായത് 3+3 എന്ന് പറയും. ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ 1 ലെയറും ഉണ്ട് 2 ലെയറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും 6 പിടി 8 പിടിയൊക്കെ കിട്ടും. ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറെ ഒരു ഇടയിലുള്ള മണികൾക്ക് കുറച്ചൊരു വ്യത്യാസമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് കാണുമ്പോൾ ഒരുപോലെ ഇരിക്കും, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഇത് നമ്മൾ നേരത്തെ അധികം മണി കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വളരെ കുറച്ച് മണികളേ ഉള്ളൂ. അത് വളരെ അടുത്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നിട്ട് പോലും ചില കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം കാണിച്ചിട്ട് സെയിം തന്നെയാവും, ചിലപ്പോൾ ഒരു മണിയുടെ വ്യത്യാസമൊക്കെ ആവും. അത് ഇതിന് പകരം മോളെ ഇതൊക്കെ തരട്ടെ എന്ന് ചോദിച്ചാൽ എനിക്കത് തന്നെ വേണമെന്ന് പറയും. അപ്പോൾ അത് ചിലർക്ക് എങ്ങനെ വെച്ചാൽ ഒരു നിർബന്ധ ബുദ്ധിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവർക്ക് ഞാൻ റീഫണ്ട് ചെയ്യുകയാണ് ചെയ്യുക. കാരണം നമുക്കത് സെയിം സാധനം ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു മുത്ത് കുറവ് അല്ലെങ്കിൽ ഒരു മുത്ത് കൂടുതലൊക്കെ ആയിട്ടാവും വരിക. അപ്പോൾ നമുക്കത് അങ്ങനെ എന്താ പറയുക, കറക്റ്റായിട്ട് ചില സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അതാണ് കാരണം, ഒരു പ്രാവശ്യം വരുന്നതില്ല പോലെ ആവില്ല അടുത്തതിൽ വരാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ 3:3 ആണ്.
ഇത് കഴിഞ്ഞിട്ട് പിന്നത്തെ പ്രാവശ്യം വന്നത് ഒരു ചെറിയൊരു വലിപ്പത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടാണ് വന്നത്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ ഞാനതിങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുക കേട്ടോ. ഒരു ചെറിയ വലിപ്പ വ്യത്യാസം, അതായത് വലിപ്പം കൂടുതലാണ് എന്ന് വെച്ചിട്ട് അതിന് നമ്മൾ കൂടുതൽ ഇപ്പോൾ ഇത് ഓർഡർ ചെയ്തവർക്ക് അത് കൊടുക്കുമ്പോൾ നമ്മളങ്ങനെ കൂടുതൽ കാശൊന്നും ഈടാക്കാറില്ല. ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു മാല കേട്ടോ, നമ്മുടെ ബോഡിക്ക് ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നതാണ്. ഇതിൻ്റെ തന്നെ ബ്ലാക്കും ഉണ്ടായിരുന്നു. ഇത് എനിക്ക് ഇതിന് പ്രത്യേക പേരുണ്ട് തോന്നുന്നുണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് വലിയ വിവരമില്ല കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഭംഗിയാണ് കണ്ടോ, അപ്പുറം ഇപ്പുറം. ഇത് മുത്തല്ല, ഒരു തരം എന്താ പറയുക, മുത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഒരു ഒരു എന്താ പറയുക, ഒരു ഡൈവർക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തേക്കണേ, മുത്തായിട്ടല്ല. ബാക്കിയൊക്കെ നമ്മളുടെ കയ്യിലുള്ളത് കോറലിൻ്റെ മുത്തും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ കരിമണിയൊക്കെ ഉണ്ടാവാറില്ലേ, നേരി അരിഞ്ഞാണത്തുമ്മ മണികൾ, അതാണ്. പിന്നെ ഇത് 10 പിടിയാണ്. നല്ല എന്താ പറയുക, താലിമാലയൊക്കെ ഇടാൻ പറ്റുന്ന പോലെ നല്ല കനത്തിലുള്ള ഒരു മാലയാണ്. അതിൻ്റെ ഇടയിലുള്ള ആ ഗോൾഡിൻ്റെയൊക്കെ നല്ല കനപ്പിടിയാണ് കേട്ടോ. അത് നല്ല ഒരു മാലയാണ്. അതും ഈ പറഞ്ഞ പോലെ 6 പിടി 8 പിടി 10 പിടി നമുക്ക് ചെയ്യാം. കണ്ടോ, ഇതും അങ്ങനെയുള്ള മാലകളാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അത്രയേ ഉള്ളൂ. എല്ലാതും കോറലും ഗോൾഡ് തന്നെ, പക്ഷേ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങൾ. അപ്പോൾ ഏത് പാറ്റേൺ ആണോ ഇഷ്ടമായത് അത് വേഗം വേഗം പറഞ്ഞാൽ നമുക്ക് വേഗം വേഗം കൊണ്ടുപോകാം. കാരണം ഇത് വീഡിയോ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പലരും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കണ്ടു തുടങ്ങാൻ മാത്രമല്ല, വീഡിയോ കണ്ട് ശരിക്കും 2 മണിക്ക് കണ്ട് 2:30 ആകുമ്പോഴേക്കും ഓർഡർ പ്ലേസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങളത് പറഞ്ഞാൽ നമ്മളത് മാറ്റി വയ്ക്കും, പേ ചെയ്ത് മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ കാരണം കുറച്ച് കഴിയുമ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ആ സെയിം കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം വരുന്നതല്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ സെയിം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ് അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ കോറലിൻ്റെ. ഞാൻ പറഞ്ഞില്ലേ, ഇത് കോറലിൻ്റെ ഒരു എന്താ പറയുക, ഒരു 80% ആയിട്ടില്ല, ഒരു 40% ഇപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളൂ. ഇനി ബാക്കി 60% ഐറ്റംസ് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ട് വിശദമായിട്ട് ഒറ്റയ്ക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 6 പിടി, അതിൽ തന്നെ നെക്ലസ്സുകളുണ്ട്. നെക്ലസ്സുകളുടെ ഒരു എന്താ പറയുക, ഭയങ്കര കുറേ ഉണ്ട് നമ്മുടെ കയ്യിൽ, വൈഡ് റേഞ്ച് തന്നെ ഉണ്ട് നമ്മുടെ കയ്യിൽ കേട്ടോ. അത്രയും കോറലിൻ്റെ അത് നെക്ലസ്സുകളിൽ പെടുത്താൻ തോന്നുന്നുണ്ട്, നോക്കട്ടെ, ഞാൻ ഏനം പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാൻ പറയണു, മാലയുണ്ട്, വളയുണ്ട്, കമ്മലുണ്ട്, മോതിരമുണ്ട്. അപ്പോൾ സെറ്റായിട്ട് വേണ്ടവർക്ക് അങ്ങനെ ചോദിക്കാം, അല്ലാത്തവർക്ക് ഇത് ഇങ്ങനെ എടുക്കാം. 6 പിടി 8 പിടി 10 പിടി 2 ലെയർ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എന്താ പറയുക തിരഞ്ഞെടുത്ത് ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഇന്നലെയും കുറേ പേര് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ദയവ് ചെയ്ത് വിളിക്കാണ്ടിരിക്കുക, കാരണം വിളിച്ചാൽ ഫോൺ സൈലൻറ്റിലാണ്. എത്ര മിസ്ഡ് കോൾ കണ്ടാലും ഞാൻ തിരിച്ച് വിളിക്കില്ല, കാരണം നമുക്കങ്ങനെ ഓരോരുത്തരെയും തിരിച്ച് വിളിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം, 3000+ കോണ്ടാക്ട്സ് ഉള്ളതാണ് എൻ്റെ ഫോണിൽ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും വിളിച്ച് മറുപടി പറയാനാണെങ്കിൽ എനിക്ക് വീട്ടിലത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം മെസ്സേജ് അയക്കാൻ മാക്സിമം അല്ല, മെസ്സേജ് അയക്കുക, കോള് എടുക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ. ഞാൻ ഈ വീഡിയോ തന്നെ വിശദമായിട്ട് ഞാൻ നാളെ കൊണ്ടുവരാം. അപ്പോൾ അതുവരെ എല്ലാവരും കാത്തിരിക്കുക. ബൈ.